വഹയ് കിട്ടി, ഖുർആനിലോ ഹദീസിലോ കണ്ടു, ഒരു വിഷയത്തിൽ ഖുർആനിലോ ഹദീസിലോ പഠിപ്പിക്കപ്പെട്ടു എങ്കിൽ അത് അള്ളാഹ് പറഞ്ഞ് തന്നെയാണ് എന്ന് എങ്ങനെ ഉറപ്പിക്കും? അത് അള്ളാഹ് പറഞ്ഞു തന്നെയാണോ? അല്ല പിൽക്കാലത്ത് കടത്തിക്കൂട്ടപ്പെട്ടതാണോ? ഇപ്പം ഈ ആയത്ത് ഖുർആനിലുണ്ടോ? നബി ഓതിയ കാലത്ത് ഈ ആയത്ത് ഖുർആനിൽ ഉണ്ടായിരുന്നോ ഇല്ലേ? അത് പിൽക്കാലത്ത് അല്ലെങ്കിൽ ചേർത്തിയതാണെങ്കിലോ? ഈ ഹദീസ് നബി പറഞ്ഞതാണോ അല്ലേ? അത് പിന്നുണ്ടായതാണെങ്കിലോ എന്ന സംശയം ഉന്നയിക്കപ്പെടാമല്ലോ. അപ്പോൾ ഒന്ന്, ഇത് വഹയ് തന്നെയാണോ? അത് സ്ഥിരപ്പെടണം. രണ്ട്, ഇത് വഹയ് ആണെങ്കിൽ ഈ ആയത്തിൽ ഈ ഹദീസ് ഈ കാലത്ത് അറിയിക്കുന്നുണ്ടോ ഇല്ലേ? ഒരു ആയത്ത് കിട്ടി, ആ ആയത്ത് ഇത് തെളിവാണോ അല്ലേ? എന്ന ആയത്ത് ഓതിയിട്ടാണ് അള്ളാഹു അല്ലാത്തവർ വിളിച്ചു പ്രാർത്ഥിക്കാം എന്നൊരാൾ ഓതിയത്. ആയത്ത് ഇല്ലേ? ആയത്തുണ്ട്, ആയത്തുണ്ട്, ഖുർആനിൽ കാണും. പിന്നെ എന്താ നമ്മൾ അംഗീകരിക്കാത്തത്? ആ ആയത്തിൻ്റെ ആശയം അതല്ല. ആയത്ത് ശരിയാണ്, പക്ഷേ ആയത്തിൻ്റെ ആശയം അയാൾ പറഞ്ഞ പോലെ അല്ല, അത് മറ്റൊന്നാണ്. അപ്പം രണ്ട് കാര്യം: ഒന്ന്, ഇത് പ്രമാണമാണ്, ഇത് സ്ഥിരപ്പെടണം. രണ്ട്, ഇത് ഈ കാലത്ത് തന്നെയാണ് അറിയിക്കുന്നത് എന്ന് തെളിഞ്ഞു കിട്ടുകയും വേണം. മനസ്സിലായോ? ഒന്ന് സുബൂത്ത് എന്ന് പറയും. സുബൂത്ത് അത് സ്ഥിരപ്പെടുക, സാബിത്താവുക, അതെയോ സബത്ത, അത് സ്ഥിരപ്പെടുക, അള്ളാഹുവിൽ നിന്നാണ് എന്ന് നമുക്ക് ബോധ്യമാവുക. മറ്റൊന്ന് ദലാലത്ത്, ദലീല്, ഖുർആനും ഹദീസും ദലീല്. അപ്പം ദലാലത്ത്, ഇത് അക്കാര്യത്തിനെ അറിയിക്കുക. അപ്പോൾ സുബൂത്തും നമുക്ക് കിട്ടണം, ദലാലത്തും നമുക്ക് കിട്ടണം. ഒന്ന്, ഇത് വഹി തന്നെയാണ് എന്ന് ഉറപ്പ് വേണം. രണ്ട്, ഈ കാര്യം ഇതിനുള്ള തെളിവാണ് എന്നും ബോധ്യമായി കിട്ടണം. അപ്പം ഇതിൽ ബോധ്യമുള്ളതുണ്ടാകും, സംശയമുള്ളതുണ്ടാകും, സ്വാഭാവികമാണ്. സുബൂത്താവട്ടെ ദലാലത്താവട്ടെ ബോധ്യമുള്ളതുണ്ട്, എന്നാൽ സംശയമുള്ളതുമുണ്ട്. മനസ്സിലാണില്ലേ? ഇപ്പം സുബൂത്തിൽ ബോധ്യമുള്ളതുണ്ടാകും, സുബൂത്തിൽ സംശയമുള്ളതുണ്ടാവും. അള്ളാഹ് പഠിപ്പിച്ചതാണോ വഹി തന്നെയാണോ എന്നതിൽ ബോധ്യമുള്ളത് ഏതാ? പറഞ്ഞുതരാം. ബോധ്യമുള്ളത് ഏതാ? ഖുർആനിൽ ആയത്ത് കണ്ടാൽ പിന്നെ സംശയമില്ല, അത് അള്ളാഹ് പറഞ്ഞു തന്നെയാണ്, ഒരു സംശയമില്ല. എന്താ സംശയമില്ലാത്തത്? കടത്തിക്കുട്ടിയിക്കൂടെ? എന്താണ്, എന്തുകൊണ്ട് ആവിക്കൂടാ? അതെ, അള്ളാഹു അധ്യാപകരെ സംരക്ഷിച്ച ഖുർആൻ പറയാണ്, ഇത് വേറെ വെച്ചോ. അള്ളാഹ് സംരക്ഷിച്ചത് വേറെയാണ്, ഇത് വേറെ സംരക്ഷിക്കാതെ വെച്ചിട്ടില്ല എന്ന് പറഞ്ഞാൽ കഴിഞ്ഞില്ലേ? ഇപ്പൊ ഖുർആൻ മുസ്ലിം ഉമ്മത്ത് 114 കാലമായി അഭിപ്രായ വ്യത്യാസമില്ലാതെ മുസ്ലിം ഉമ്മത്ത് ഒന്നിച്ച് സ്വീകരിച്ച് കൈമാറി പോകുന്നതാണ് ഖുർആൻ. അത് മുത്തവാത്തിറാണ്. ഇപ്പൊ ഖുർആന്റെ സുബൂത്ത് മുത്തവാത്തിറാണ്. ഖുർആന്റെ സുബൂത്ത് മുത്തവാത്തിറാണ്. മുസ്ലിം ഉമ്മത്ത് ഐക്യകണ്ഠേന അന്ന് മുതൽ ഇന്ന് വരെ ഒരു ആയത്തിന്റെ കാര്യത്തിലോ ഒരു അക്ഷരത്തിന്റെ കാര്യത്തിലോ അഭിപ്രായ വ്യത്യാസമില്ലാതെ അത് കൈമാറിപ്പോന്നു. ലോകത്തുള്ള എല്ലാ മുസ്ഹഫും നശിപ്പിക്കപ്പെട്ടാലും ഒരു അക്ഷരം പോലും മാറാതെ നമുക്ക് പുതിയ മുസ്ഹഫ് അച്ചടിക്കാൻ കഴിയും. ലക്ഷക്കണക്കിന് മനുഷ്യന്മാർ അത് കാണാതെ പഠിച്ചിട്ടുണ്ട്. ഒരാൾ ഒരു ഫതഹ് മാറ്റിയാൽ മതി, അത് ലോകമൊന്നാകെ പിടികൂടും. ഖുർആനിൽ ഒരു ഫതഹാണ് മാറ്റിയാൽ, ഒരു പുള്ളി മാറ്റിയാൽ ലോകം മുഴുക്കയും അത് പിടികൂടും, ശരിയല്ല എന്ന് പറയും. അപ്പം അത് അള്ളാഹുവിൽ നിന്നാണ് എന്ന് നമുക്കിനി സംശയിക്കാൻ വകുപ്പില്ല. ഇങ്ങനത്തെ സംശയിച്ചാലോ ഓനാണ് കുഴപ്പം. ഖുർആൻ ഓതുമ്പോൾ ഇങ്ങനെ തോന്നുക, ഇപ്പോൾ ഫാത്തിഹ ഇപ്പം അല്ലർക്കിയതിനാവോ എന്ന് ഓനിങ്ങനെ തോന്നുകയാണെങ്കിൽ ഓന് കുഴപ്പമുണ്ടാ, അല്ലെ ഫാത്തിഹയ്ക്ക് കുഴപ്പമുണ്ടെന്ന് മനസ്സിലാക്കേണ്ടത്. ഫാത്തിഹയ്ക്കല്ല കുഴപ്പം അവനാണ്, അത് ചികിത്സിക്കാൻ പറ്റുള്ളൂ. അപ്പം സുബൂത്ത് ഖത്ഈ എന്ന് പറയുമ്പോൾ അതിന് ഖത്ഈ എന്നാണ് പറയുക. ഖത്ഈ സുബൂത്ത് ഗണ്യമായി സ്ഥിരപ്പെട്ടത് അള്ളാഹുവിൽ നിന്നാണ് എന്ന കാര്യത്തിൽ ഒരു അഭിപ്രായ വ്യത്യാസവും ഇല്ല. അപ്പൊ ഖത്ഈ സുബൂത്താണ് ഏത്? ഖുർആന്. ഖത്ഈ സുബൂത്തിൽ വരുന്നത് ഖുർആന്. ഇനി ഈ സുബൂത്തിൽ തന്നെ ഖത്ഈ അല്ലാത്തുണ്ടാവും, ലൊന്നിയായത്. ലൊന്ന് ഉറപ്പ് എന്ന് പറയാൻ കഴിയില്ല, എന്നാൽ മികച്ച ധാരണ, അതാണ് ലൊന്നിയു സുബൂത്ത്.
ലന്നിയു സുബൂത്ത്, ഖത്ഈ സുബൂത്ത് എന്ന് രണ്ട് വകുപ്പ്. ലന്നിയു സുബൂത്ത്, ഖത്ഈ സുബൂത്ത്, ഗണ്യമായി സ്ഥിരപ്പെട്ടത്, അതല്ലെങ്കിൽ പ്രബലാഭിപ്രായ പ്രകാരം സ്ഥിരപ്പെട്ടത്. 100% ഉറപ്പാണോ വെച്ചാൽ പറയാൻ കഴിയില്ല. എന്നാൽ മികച്ച ധാരണ അതങ്ങനെ തന്നെയാണ്. അതാണ് ലന്നിയു സുബൂത്ത്, മറ്റത് ഖത്ഈ സുബൂത്ത്. അപ്പൊ ഖുർആനാണോ അത് ഖത്ഈ സുബൂത്താണ്, സംശയമില്ല. എന്നതുപോലെ അത് എന്തുകൊണ്ട് ഖത്ഈയായി? മുത്തവാത്തിറായി പോന്നു. മുസ്ലിം ഉമ്മത്ത് തലമുറകളായി നിരാക്ഷേപം കൈമാറിപ്പോന്നു. അപ്പം മുസ്ലിം ഉമ്മത്ത് ഒന്നിച്ച് ഒരു ളലാലത്തിൽ ഒരുമിച്ച് കൂടുകയില്ല. ലാ തജ്തമിഉ ഉമ്മത്തി അലാ ളലാല. നബി തങ്ങൾ പറഞ്ഞു, എൻ്റെ ഉമ്മത്ത് ഒരു വഴികേടിൽ എല്ലാവരും കൂടെ ഒക്കുകയില്ല എന്നാണ്. തെറ്റായ ഒരു ആശയത്തിൽ മുസ്ലിം ഉമ്മത്ത് എല്ലാവരും ഏകോപിച്ചു എന്നതുണ്ടാവില്ല. ആരെങ്കിലും ഒരാൾ അത് ശരിയല്ല എന്ന് വിളിച്ചു പറയാൻ രംഗത്ത് ഉണ്ടായിട്ടുണ്ടാകും. അപ്പം മുസ്ലിം ഉമ്മത്ത് മൊത്തം സ്വീകരിച്ചു എന്ന് പറഞ്ഞാൽ അതിനർത്ഥം ഇനി അതിൽ സംശയമില്ല എന്നാണ്. അപ്പം അത് മുത്തവാത്തിറാണ്, അതുകൊണ്ട് ഖത്ഈയായി. എങ്കിലും മുത്തവാത്തിറായ വേറെ വല്ലതും ഉണ്ടെങ്കിൽ അതും ഖത്ഈയാകും. അതേതാ? മുത്തവാത്തിറായ ഹദീസ്. മുത്തവാത്തിറായ ഹദീസ് സംഘമായി കൈമാറി പോകുന്ന ഹദീസാണെങ്കിൽ അത് നബിയിലേക്ക് നബി പറഞ്ഞു എന്ന കാര്യത്തിൽ പിന്നെ സംശയിക്കാനില്ല. അപ്പം ഖത്ഈ സുബൂത്തിന് ഖുർആനും വന്നു, മുത്തവാത്തിറായ ഹദീസും വന്നു. മറ്റൊന്ന് ലന്നിയു സുബൂത്താണ്. ലന്നിയു സുബൂത്ത് അല്ലാഹ് പറഞ്ഞത് തന്നെയാണ്, പക്ഷെ 100% നമുക്ക് ഉറപ്പിക്കാനായിട്ടുണ്ടോ? അത് പറയാൻ കഴിയില്ല. എന്നാൽ കിട്ടിയിടത്തോളം അന്വേഷിച്ചും പരമാവധി പരിശോധിച്ചിട്ടും അത് വഹ്യ് തന്നെയാണ് എന്നാണ് ബോധ്യമാകുന്നത്. അതിൽ ഖുർആനിലുണ്ടാവും? അങ്ങനെ ഉണ്ടാവില്ല. ഖുർആനിൽ അതില്ല. അപ്പം ഖുർആൻ മുഴുവനും ഖത്ഈ സുബൂത്തായി. ഹദീസുകളിൽ വരും, ഹദീസ് രണ്ടും വരും, ഖത്ഈ സുബൂത്തും വരും, ലന്നിയു സുബൂത്തും വരും. നബി പറഞ്ഞു 100% ഉറപ്പാണ് മുത്തവാത്തിർ ഹദീസ്. സ്വഹീഹ് ഹദീസിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ വന്നേക്കാം. ഒരു പണ്ഡിതൻ സ്വഹീഹ് എന്ന് പറയും, മറ്റു പണ്ഡിതൻ ഇപ്പോൾ സ്വഹീഹ് അല്ല എന്ന് പറയും. അപ്പോൾ അവിടെയൊക്കെ ഈ വിഷയത്തിലാണ് അഭിപ്രായ വ്യത്യാസം ഉണ്ടാകുന്നത്. ഇനി ദഈഫ് ഹദീസ്, ഒരാൾ ദഈഫ് എന്ന് പറഞ്ഞു, മറ്റൊരാൾ സ്വഹീഹ് എന്ന് പറഞ്ഞു. അപ്പോൾ സ്വഹീഹ് ആണെങ്കിൽ നബി പറഞ്ഞതാണ്, ദഈഫ് ആണെങ്കിൽ നബി പറഞ്ഞതല്ല. ഇങ്ങനെയൊക്കെ വീക്ഷണ വ്യത്യാസങ്ങൾ വരാം. അവിടെ സുബൂത്തിലാണ് തർക്കം വരുന്നത്. സ്വഹീഹ് ബുഖാരി വന്നോണ്ട് മുഴുവൻ ഖത്ഈ ആയിക്കോളുന്നില്ല, സുബൂത്ത് ഖത്ഈ ആവണമെന്നില്ല. അപ്പോൾ ഖത്ഈ ലന്നിയിൽ ഹദീസിൽ ലന്നിയും വരാം, ഖത്ഈയും വരാം. എന്നാൽ ഖുർആൻ പൂർണ്ണമായും ഖത്ഈ സുബൂത്താണ്.